2025-26 സീസണിന് വേണ്ടിയുള്ള അഴിച്ചുപണികൾ ആരംഭിച്ച കേരള കൂടുതൽ പ്ലേയേഴ്സിനെ വിൽക്കാനും പുതിയ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരു പൊസിഷനിൽ ഒരു ഫോറിൻ പ്ലെയറിനെ സൈൻ ചെയ്യുന്നതിനേക്കാൾ ഒരു മികച്ച ഇന്ത്യൻ പ്ലെയറിനെ കണ്ടെത്തി റിക്രൂട്ട് ചെയ്യാനായാൽ അത് ക്ലബിൻ്റെ വളർച്ചയ്ക്ക് ഒരു മെയിൻ ഘടകമാണ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ 2025-26 സീസണിന് വേണ്ടി കേരള സൈൻ ചെയ്യേണ്ട 3 ഇമ്പോർട്ടൻറ്റ് ഇന്ത്യൻ പ്ലേയേഴ്സാണ്. 1. കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ചരിത്രത്തിൽ ആദ്യമായി 11 കളി തോറ്റ് 37 ഗോളാണ് കൺസീഡ് ചെയ്തത്. അതിൻ്റെ പ്രധാന കാരണം ഇൻഡിവിജ്വൽ എറേഴ്സാണ്. ലാസ്റ്റ് മാനായി ആക്ട് ചെയ്യുന്ന പ്ലെയറിൻ്റെ മിസ്റ്റേക്സും റോങ് ഡിസിഷൻ മേക്കിങ്ങും. അവിടെ ഇന്ത്യയുടെ മികച്ച യങ് സെൻറ്റർ ബാക്സിൽ ഒരാളായ മെഹ്താബ് സിംഗിനെ കൊണ്ടുവന്നാൽ ആവശ്യമുള്ള ടൈമിൽ ലാസ്റ്റ് മാനായി ആക്ട് ചെയ്യാനും പക്ക പൊസിഷനിങ്ങും എറർലെസ് ആയ അദ്ദേഹം കേരള ഡിഫൻസിൻ്റെ ശക്തി കൂട്ടും. കേരള ബിൽഡപ്പിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻറ്റർ ബാക്സ് മെഹ്താബ് സിംഗിനെ പോലെ ഒരു ബോൾ പ്ലേയിങ് സെൻറ്റർ ബാക്കിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് കേരള ബിൽഡപ്പിന് സഹായിക്കും. കഴിഞ്ഞ സീസൺ മാത്രം ISLൽ ഏറ്റവും കൂടുതൽ ആക്യുറേറ്റ് പാസുകൾ നൽകിയ മെഹ്താബ് ആക്യുറേറ്റ് ലോങ് ബോൾസിൽ 3ാമതുമാണ്. അതുതന്നെയാണ് ട്രിൻസിച്ചിനെ റീപ്ലേസ് ചെയ്യുന്ന അദ്ദേഹത്തിന് വേണ്ടത്. കഴിഞ്ഞ 3 സീസണിലെ സ്റ്റാറ്റ്സിൽ മുംബൈയുടെ ഡിഫൻസീവ് ക്വാളിറ്റിക്കപ്പുറം ബോൾ പൊസിഷനും പാസിംഗ് ആക്യുറസിക്കും പ്രധാന പങ്കാണ് മെഹ്താബിനെ. ഗ്രേറ്റ് പാസിംഗ് റേഞ്ച് ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ സ്ട്രോങ് ഫിസിക്കൽ പ്രസൻസ് 1v1ലും ഏരിയൽ ഡ്യൂൽസ് വിൻ ചെയ്യാനും സെറ്റ് പീസിലും ത്രെറ്റാക്കും. സെൻറ്റർ ബാക്കിനപ്പുറം ഫുൾ ബാക്കായി കളിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പൊസിഷണൽ വേഴ്സറ്റാലിറ്റിയാണ് എടുത്തു പറയേണ്ട മറ്റൊന്നും. രണ്ടാമതായി, കഴിഞ്ഞ സീസണിൽ ഡിഫറൻറ്റ് പ്ലേയേഴ്സിനെ മാറ്റി പരീക്ഷിച്ച പൊസിഷനാണ് റൈറ്റ് ബാക്ക് പൊസിഷൻ. അവിടെ സന്ദീപും ഹോർമിയും പ്രീതവും പിന്നെ ലെഫ്റ്റ് ബാക്കായ അയബനെ വരെ ആ പൊസിഷനിൽ കളിപ്പിച്ചിട്ടും തന്ത്രം പിഴക്കുന്ന അവസ്ഥയാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. പൊതുവെ വിങ്ങിൽ കൂടി അറ്റാക്ക് ചെയ്യുന്ന ബ്ലാസ്റ്റേഴ്സിന് ഹൈ ക്വാളിറ്റി വിങ് ബാക്സ് ഏറെ ക്രൂഷ്യലാണ്. അവിടെയാണ് ആമെ ഗണേഷ് റനവാഡെ എന്ന അറ്റാക്കിംഗ് മൈൻഡ് സെറ്റുള്ള വിങ് ബാക്കിനെ എത്തിച്ചാൽ അത് കേരള അറ്റാക്കിൻ്റെ മൂർച്ച കൂട്ടും. റൈറ്റ് ബാക്കായ റനവാഡെ ഫീൽഡിലെ മിഡ് തേർഡിലും ഫൈനൽ തേർഡിലുമായി കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഒഫൻസീവ് നേച്ചറും ലൊബേറോയുടെ സെറ്റപ്പിൽ എത്രമാത്രം ക്രൂഷ്യലാണ് അദ്ദേഹമെന്ന് കാണിക്കുന്നതാണ്. സന്ദീപിൻ്റെ അവൈലബിലിറ്റി നോവിച്ചേക്കാൾ കൂടുതൽ റൈറ്റിൽ കൂടെ അറ്റാക്ക് ചെയ്യുന്ന കേരള അത്ര മികച്ച റിസൾട്ടല്ല ലഭിക്കുന്നത്. എന്നാൽ റനവാഡയുടെ ഓഫ് ദ ബോൾ റണ്ണും കൗറ് പോലെയുള്ള ഇൻഡിവിജ്വൽ റൺസ് നടത്താൻ ആഗ്രഹിക്കുന്ന വിങ്ങേഴ്സിനെ കുറച്ചുകൂടി ഫ്രീ ആക്കാനും ഫൈനൽ തേർഡിൽ നിന്നുള്ള പിൻ പോയിൻറ്റ് പാസുകളും ക്രോസസും ഷൂട്ടിങ്ങും അദ്ദേഹത്തെ ISLലെ മികച്ച ഫുൾ ബാക്സിൽ ഒരാളാക്കുന്നു. അറ്റാക്കിങ്ങും ഡിഫൻസീവ് ട്രാൻസിഷനിലും അദ്ദേഹത്തിൻ്റെ പേസി റൺസ് ടീമിന് ഏറെ ഗുണമാവും. ISL 2023-24 സീസണിൽ 6 അസിസ്റ്റുമായി ടോപ്പ് അസിസ്റ്റേഴ്സിൽ 5ാമതാണ്. റൈറ്റ് ബാക്സിൻ്റെ ഇടയിൽ ഗോൾ ഇൻവോൾവ്മെൻറ്റ്സിലും ഷൂട്ടിങ്ങിലും ചാൻസ് ക്രിയേഷനും കീ പാസസിലും ടാക്കിൾസിലും ഡോമിനേറ്റ് ചെയ്യുന്ന റനവാഡെ ആ സീസണിലെ മികച്ച റൈറ്റ് ബാക്ക് തന്നെയാണ്. മൂന്നാമതായി, ISLലാകെ 4 ഫോറിൻ പ്ലേയേഴ്സിനെ മാത്രമാണ് സ്റ്റാർട്ടിംഗ് 11-ൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഒരു പൊസിഷനിൽ ഒരു ഫോറിൻ പ്ലെയറിനേക്കാൾ ഒരു മികച്ച ഇന്ത്യൻ പ്ലെയറിൻ്റെ പ്രസൻസ് മറ്റു ക്വാളിറ്റി ലാക്ക് ചെയ്യുന്നതും ആവശ്യമായ പൊസിഷന് ഒരു ഫോറിൻ പ്ലെയറിനെ കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിൽ സ്ട്രൈക്കർ റോളിൽ ഒരു മികച്ച ഇന്ത്യൻ പ്ലെയറിൻ്റെ പ്രസൻസ് ഏറെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയാണ് കഴിഞ്ഞ സീസണിലെ എമർജിംഗ് പ്ലെയറായ ചെന്നൈൻ്റെ ഇർഫാൻ യാദവിനെ കൊണ്ടുവരേണ്ടത്. കേരളയിൽ പൊതുവെ സെക്കൻഡ് സ്ട്രൈക്കറായി ആക്ട് ചെയ്യുന്ന ജിമനസ് മിഡ് തേർഡിൽ ന്യൂമെറിക്കൽ അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്ത് ബിൽഡപ്പിനായി താഴെ സപ്പോർട്ടിന് വരുമ്പോൾ ഇർഫാനെ പോലെ ഫിസിക്കലി സ്ട്രോങ്ങും പേസിയും 1v1ലും ഗ്രൗണ്ട് ഡ്യൂൽസും വിൻ ചെയ്യുന്ന ഒരു പ്ലെയർ ഫൈനൽ തേർഡിലുണ്ടെങ്കിൽ കേരളയ്ക്ക് കൂടുതൽ ഗോൾ കണ്ടെത്താനാകും. ഇർഫാൻ്റെ ഏറ്റവും വലിയ കഴിവാണ് എയറിൽ അദ്ദേഹത്തിൻ്റെ ഡോമിനൻസ്. കേരളയിൽ പലപ്പോഴും ബോക്സിൽ പ്ലേസിൻ്റെ അഭാവത പല കൗണ്ടേഴ്സും ക്രോസുകളൊക്കെ ഫലം കാണാതെ പോകാറുണ്ട്. എന്നാൽ അവിടെ ഇർഫാനെ ലക്ഷ്യമാക്കി ആക്യുറേറ്റ് ക്രോസുകളും പാസുകളും ഒക്കെ എത്തിക്കാനായാൽ ഇതിൻ്റെ ബെസ്റ്റ് ഔട്ട്പുട്ട് പുറത്തെടുക്കാൻ തന്നെ അദ്ദേഹത്തിന് സാധിക്കും. എല്ലായിടവും കണ്ടുവരുന്നത് പോലെ യുവ കളിക്കാരനായ ഇർഫാൻ തന്നെ ഫുൾ യൂട്ടിലൈസ് ചെയ്യാനായി സ്ട്രൈക്കർ റോളിനപ്പുറം ഇരു ഫ്ലാങ്കിലും ഈക്വലി കളിപ്പിക്കാൻ കഴിവുള്ള പ്ലെയറാണ്. ഡിഫൻസീവ്ലി ഏരിയൽ ഡ്യൂൽസ് വിൻ ചെയ്യാനും ടാക്കിൾസിലും ഇൻ്റർസെപ്ഷനിലുമൊക്കെ ഡോമിനേറ്റ് ചെയ്യുന്ന ഫോർവേഡാണ് അദ്ദേഹം. ഇർഫാൻ കഴിഞ്ഞ സീസണിൽ ചെന്നൈനായി ഗോൾ ഇൻവോൾവ്മെൻറ്റ്സിലും ചാൻസ് ക്രിയേഷനും ഷോട്ട്സിലുമൊക്കെ മുൻപന്തിയിലാണ്. ഛേത്രിക്ക് ശേഷം ഇന്ത്യയുടെ ഭാവി സ്ട്രൈക്കറായി ഓൾറെഡി കണക്കാക്കാൻ തുടങ്ങിയ ഇർഫാനെ കേരളത്തിലെത്തിച്ചാൽ അത് മികച്ചൊരു റിക്രൂട്ട്മെൻറ്റ് തന്നെയായിരിക്കും. എന്നാൽ പുതിയ സീസൺ കാറ്റലയുടെ അണ്ടറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുങ്ങുമ്പോൾ ആരൊക്കെ ക്ലബ്ബ് വിടും, ആരൊക്കെ നിലനിർത്തും, ആരൊക്കെ കൊണ്ടുവരും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.